മുഖത്ത് വിരിയുന്ന ഹൃദ്യമായ പുഞ്ചിരിയോടെ വയലിനിൽ നിന്ന് മാന്ത്രിക സംഗീതം പൊഴിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പ്രണയവും വിരഹവും സങ്കടവും സന്തോഷവുമൊക്കെ ആ വയലിൻ പകർന്ന ഈണങ്ങളിലൂടെ ആസ്വാദകരുടെ ഹൃദയത്തെ തൊട്ടിരുന്നു. പലരും വയലിൻ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ബാലഭാസ്കർ വയലിൻ വായിക്കുന്ന പോലെ ആസ്വദിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഹാൻലി നഗരത്തിലെ കുഴലൂത്തുകാരനെ പോലെ വയലിൻ കൊണ്ട് ബാലഭാസ്കർ ഇന്ദ്രജാലം തീർത്തപ്പോൾ ആ സംഗീതത്തിൽ മയങ്ങാത്ത ആരുമുണ്ടായിരുന്നില്ല. എത്രയെത്ര മധുര ഗാനങ്ങളാണ് ആ വയലിൻ തന്ത്രികളിലൂടെ ഒഴുകിയെത്തിയത്. വയലിൻ കമ്പികൾ കൊണ്ട് മാന്ത്രിക സംഗീത ലോകം തീർത്ത പകരക്കാരനില്ലാത്ത പ്രതിഭ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇമ്പമേറിയ ഈണങ്ങളിലൂടെ സംഗീതപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ സ്വർഗീയ കലാകാരൻ. എല്ലാ താളവും ശ്രുതിയും പാതിവഴിയിൽ ഉപേക്ഷിച്ച് സംഗീത ലോകത്തോട് യാത്ര പോലും പറയാതെ ബാലഭാസ്കർ മറഞ്ഞിട്ട് ഇന്നേക്ക് 6 വർഷം തികയുന്നു. വയലിൻ കമ്പികൾ കൊണ്ട് മാന്ത്രിക സംഗീതത്തിൻ്റെ അനന്തവിഹായസിലേക്ക് ചിറക് വിടർത്തിയ പകരക്കാരനില്ലാത്ത പ്രതിഭ. എല്ലാ താളവും ശ്രുതിയും പാതിവഴിയിൽ ഉപേക്ഷിച്ച് സംഗീത ലോകത്തോട് യാത്ര പോലും പറയാതെ ബാലു മരണത്തിലേക്ക് പോയപ്പോൾ ബാലഭാസ്കറും കുടുംബവും വാഹനാപകടത്തിൽപ്പെട്ടുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് 2018 സെപ്റ്റംബർ 25 കേരളം കേട്ടത്. ഈണവും താളവും മുറിയാതെ ശ്രുതി മീട്ടി വീണ്ടും ബാലു തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ മലയാളികൾ കാത്തിരുന്നു. എന്നാൽ പ്രാർത്ഥനകൾ വിഫലമാക്കി ഒക്ടോബർ 2 നാടിനെ കണ്ണീരെണീച്ചു. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു ജന്മത്തിൽ മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ചാണ് ബാലു മടങ്ങിയത്. ആ ഓർമ്മകൾക്ക് മരണമില്ല. വയലിനൊപ്പം ബാലഭാസ്കറിൻ്റെ ജീവിതത്തോട് ശ്രുതി ചേർന്നത് ലക്ഷ്മിയായിരുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ബാലഭാസ്കർ ലക്ഷ്മിയെ ആദ്യം കണ്ടുമുട്ടുന്നത്. 21-ാം വയസ്സിൽ അതിതീവ്രമായ പ്രണയം. വീട്ടുകാരുടെ സമ്മതം കിട്ടാത്തതിനാൽ പഠനം പൂർത്തിയാക്കും മുമ്പ് ഇരുവരും വിവാഹിതരായി. അന്നു മുതൽ 18 വർഷം ബാലഭാസ്കറിൻ്റെ ജീവിതത്തിൻ്റെ ഈണമായിരുന്നു ലക്ഷ്മി. ലോകമറിയുന്ന വയലിനിസ്റ്റായി ബാലു പ്രശസ്തിയിലേക്ക് ഉയരുമ്പോൾ നിഴലായി ഒപ്പം നിന്നു. സംഗീതയാത്രകളിൽ നിശബ്ദ സാന്നിധ്യമായി. തനിച്ചെവിടെ പോയാലും ലക്ഷ്മിക്കൊപ്പം ഇരിക്കുന്ന മനസമാധാനം ഒരിടത്തുമില്ലെന്ന് പറഞ്ഞ് ഓടിയെത്തി ബാലഭാസ്കർ. ഒരിക്കൽ പോലും ശ്രുതി തെറ്റാത്ത പ്രണയ ജീവിതത്തിൽ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 16 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകൾ തേജസ്വിനി എത്തിയതോടെ അത് മാറി. പിന്നെ ജീവിതം തേജസ്വിനി എന്ന ജാനിയിലേക്ക് ശ്രുതി മാറ്റി. ബാലുവും ജാനിയുമില്ലാതെ എന്തെങ്കിലും ഒരിക്കൽ ജീവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു കാണില്ല ലക്ഷ്മി. പുലർച്ചെ 4:30 വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ മകൾ ബാലഭാസ്കറിൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. 2000-ലായിരുന്നു ബാലഭാസ്കറിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം. ഒരുപാട് ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷമാണ് തേജസ്വിനി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിടരും മുമ്പേ കുഴിഞ്ഞ തൻ്റെ മകളുടെ അടുത്തേക്ക് ആ അച്ഛൻ പോകുമ്പോൾ അവിടെ തനിച്ചായത് ലക്ഷ്മിയാണ്. ചില അത്ഭുതങ്ങൾ ലോകാവസാനം വരെ നിലനിൽക്കാറുണ്ട്. ആ അത്ഭുതങ്ങളിൽ ഒന്നാണ് വയലിൻ ഇതിഹാസം ബാലഭാസ്കർ. നമ്മെ വിട്ടുപിരിഞ്ഞിട്ടും ഓരോരുത്തരുടെയും മനസ്സിൽ 6 വർഷമായ ഒരു വിങ്ങലായി അദ്ദേഹത്തിൻ്റെ സംഗീതം നിലകൊള്ളുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടിയ ഉത്തരമില്ലാത്ത സംശയങ്ങളുടെ 6 വർഷങ്ങൾ. മരണശേഷമാണ് ഓരോ മലയാളിക്കും അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്ന് കേരളം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആ വയലിൻ സംഗീതം കേൾക്കുമ്പോൾ ഉള്ളൊന്ന് പിടയാത്ത, കണ്ണൊന്ന് നിറയാത്തവരായി ആരുമുണ്ടാകില്ല. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് വയലിൻ മാറോടണച്ച് ബാലഭാസ്കർ മടങ്ങിയപ്പോൾ മുറിവേറ്റത് അനേകായിരം ഹൃദയങ്ങളിലാണ്.